സർ, സ്റ്റാലിൻ യുഗം ഏകദേശം തമിഴ്നാട്ടിൽ തീരുകയാണ് എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടതാണ്. ജനസാഗരം എന്നൊന്നും പറഞ്ഞാൽ പോരാ. അതിനപ്പുറത്തേക്കാണ് വിജയ്ക്ക് ലഭിച്ച ഒരു സ്വീകരണം. വിജയ് അത് ആഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിൽ വിജയ് ആ ചിത്രങ്ങൾ, വീഡിയോകൾ പങ്കുവയ്ക്കുന്നു. ഇതുവരെ തന്റെ സിനിമയ്ക്ക് വേണ്ടി നൽകാത്ത പ്രമോഷനാണ് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നൽകുന്നത്. തന്റെ ജനസേവനത്തിന് വേണ്ടി വിജയ് ഇപ്പോൾ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ മാറ്റിവെക്കുന്നത്. അയാൾ തനിക്ക് ലഭിച്ച ഇത്രയും കാലം സിനിമ എന്ത് തന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്കൊക്കെ പേഴ്സണൽ ആയിട്ട് തോന്നിയത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വന്നുകൊണ്ട് വിജയ് തന്റെ ജനസേവനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ അയാൾ ആഘോഷിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആ ജനസാഗരം കണ്ട് അദ്ദേഹം അതിൽ ഇങ്ങനെ എന്താ പറയാ ആഹ്ലാദ ഭരിതനായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന ഒരു വിജയിയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് എതിർസ്ഥാനത്ത് കാണാൻ കഴിയുന്നത് ആളും ആരവവും ഒഴിഞ്ഞു പോകുന്ന ഒരു സ്റ്റാലിനെയാണ്. എങ്ങനെ വിലയിരുത്താം സാർ തമിഴ്നാട് രാഷ്ട്രീയത്തെ? അങ്ങനെ തന്നെയാണ്. നീതു പറഞ്ഞത് ഒരു കറക്റ്റ് അസസ്മെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഈ പ്രത്യേകിച്ച് മധുരയിലാണല്ലോ കഴിഞ്ഞ ആഴ്ച വിജയുടെ പരിപാടി നടന്നത്. മധുര DMK തമിഴ് രാഷ്ട്രീയത്തിന്റെ, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശരിക്കും ഒരു ചുടലപ്പറമ്പായിട്ട് മാറാൻ പോവുകയാണോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. അത്രയേറെ വലിയ ജനസമുദ്രത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ്. നമ്മൾ സാധാരണ ഒരു സിനിമാക്കാരനെന്നൊക്കെ കിട്ടാവുന്നതിനൊക്കെ ഒരു പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതിനെയെല്ലാം മറികടന്ന പ്രകടനമാണ് വിജയ് അവിടെ നടത്തിയത്. അദ്ദേഹം പുതുതായിട്ട് രൂപീകരിച്ച തമിഴ് വെട്രി കഴകത്തിന്റെ ഒരു സമ്മേളനമാണ് മധുരയിൽ നടന്നത്. മധുരയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വെച്ച് അദ്ദേഹം അത് പറയുകയും ചെയ്തിരുന്നു. വിജയ് അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മധുര ഈസ്റ്റിലായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. മധുര ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും ഞാൻ അടുത്ത ജനവിധി MLA ജനവിധി തേടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നു അവിടുത്തെ ആവേശം അല്ലെ? എല്ലാ പ്രായത്തിലുള്ള ആളുകളും മതിമറന്നുള്ള ഒരു ആഹ്ലാദ പ്രകടനങ്ങളും അവരെ നിയന്ത്രിക്കാൻ പോലീസിനൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇത്രയും ഒരു ജനസഞ്ചയത്തെ ഒരു പക്ഷെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ, MGRന്റെ ആയ കാലത്ത് പോലും, MGR ആയിരുന്നല്ലോ തമിഴ് മക്കളെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസംഗകനും, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നുള്ള അദ്ദേഹത്തിന് കിട്ടിയുന്ന ആരാധനയും MGRന് പോലും അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിൽ കിട്ടാത്ത അത്ര ആവേശമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അസ്വസ്ഥമാക്കുന്നുണ്ട്. DMK ശരിക്കും അസ്വസ്ഥമാക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ. അപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. DMKക്കകത്തിൽ അസ്വസ്ഥത നന്നായി പോകുകയാണ്. അതിന്റെ ആദ്യത്തെ സൂചന തന്നെ വന്നു കഴിഞ്ഞു. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ക്ഷണിക്കാൻ പോയ ആളുകളോട് ശബരിമല ആഗോള സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയി. പെട്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ രണ്ടാം ദിവസം അദ്ദേഹം തിരുത്തിയിട്ട് അദ്ദേഹം വരുന്നില്ല എന്നാണ് പറയുന്നത്. തമിഴ്നാട് വിട്ടു മാറാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒഴിയാൻ കഴിയുന്നില്ല. അത്രയേറെ രാഷ്ട്രീയ സങ്കീർണതകൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അവിടെ ഒരു ത്രികോണ മത്സരം നടക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. DMKയും അതേപോലെ തന്നെ വിജയുടെ പാർട്ടി തമിഴ് വെട്രി കഴകവും, അത് പുതുതായിട്ട് രൂപം കൊള്ളുന്ന ഒരു സഖ്യം, അതായത് ADMK. നേരത്തെ അവർ ഉണ്ടായിരുന്നു. ADMKയും BJPയും ചേർന്ന മറ്റൊരു മുന്നണിയും. ഈ 3 മുന്നണികളെയും ചേർന്ന ഒരു മത്സരമായിരുന്നു, ഒരു ത്രികോണ മത്സരം അവിടെ സംഭവിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തിൽ നിന്നൊക്കെ നേട്ടം കൊയ്യാം. ഇപ്പൊ DMKയും തമിഴ് വെട്രി കഴകവും തമ്മിൽ ആണ് മത്സരിക്കുന്നതെങ്കിൽ BJPക്ക് എടപ്പാടി പക്ഷത്തിനും കൂടെ നേട്ടം ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അവരുടെ കണക്കുകൂട്ടല്. DMKയുടെ കണക്കൂട്ടൽ അങ്ങനെ ആയിരുന്നില്ല. ഇവരുടെ വോട്ട് മാറിക്കഴിഞ്ഞാൽ DMKക്ക് കുഴപ്പമില്ലാതെ സ്വീപ്പ് ചെയ്യാം എന്നൊക്കെയായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പക്ഷെ ഇതെല്ലാം തെറ്റിക്കുകയാണ്. ഈ പറയുന്ന വിജയിനെ നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ അദ്ദേഹത്തെ അസസ് ചെയ്യുന്നതില്, അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ അസസ് ചെയ്യുന്നതില്, പുതിയ തലമുറ പുതിയ കാലഘട്ടമായിട്ട് അസസ് ചെയ്യുന്നതില് തമിഴ് രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് DMK രാഷ്ട്രീയത്തിന് പിഴവ് സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചില സൂചനകൾ വരുന്നത്. ഇപ്പൊ ADMK BJP സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പല അനിശ്ചിതത്വങ്ങൾ അവിടെ തുടരുന്നുണ്ട്. എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വിജയുടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്വാധീനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എടപ്പാടി പളനിസ്വാമി വാക്ക് മാറ്റി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഡൽഹിയിൽ ചെന്ന് അമിത്ഷായോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ വരുമ്പോ പറയുന്നത്. നോക്കണം, BJP എന്തുമാത്രം ബലി കൊടുത്തു, BJP എന്തുമാത്രം ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവരുടെ സർവശക്തനായിരുന്ന പടനായകനായിരുന്ന അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി നിർത്തി.
എടപ്പാടിക്ക് വേണ്ടി എടപ്പാടിയുടെ ആവശ്യപ്രകാരം മാറ്റി നിർത്തി. എന്നിട്ട് പോലും സഖ്യം രൂപീകരിക്കാൻ അവർ തയ്യാറായി വന്നതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ വിജയിയുടെ സ്വാധീനം ഒരു പക്ഷെങ്കില് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാമെന്നായിരിക്കുന്നു എടപ്പാടിയുടെ കണക്കൂട്ടലെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ വിജയിയുടെ ഒരു ഫാക്ടർ, വിജയ് ഫാക്ടർ അവിടെ നന്നായിട്ട് കിടന്ന് പിന്നെ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അമിത്ഷാ ഇതൊക്കെ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ടല്ലോ 2026 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ഞങ്ങൾ പിടിച്ചിരിക്കുമെന്ന് പറയുന്നു. അപ്പൊ എങ്ങോട്ടാണിത് പോകുന്നത്? ഡി എം കെയുമായിട്ട് പണ്ട് സഖ്യം ഉണ്ടായിരുന്നു, അവർക്ക് പണ്ട് സഖ്യം ഉണ്ടാക്കുന്ന ആയിരുന്നു. അതേപോലെ തന്നെ വിജയിയുടെ പാർട്ടി വല്ല തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സാധിക്കുമോ? ഒന്നും പറയാൻ വയ്യ. നമുക്കൊന്നും മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത രീതിയിലാണ് തമിഴ് രാഷ്ട്രീയം മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മധുര, നമ്മൾ വീണ്ടും മധുരയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല് മധുരയെ സംബന്ധിച്ചിടത്തോളം ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ചെന്നൈ നഗരങ്ങൾ നോക്കുന്നതിനായിട്ട് സ്റ്റാലിന് വലിയ ബുദ്ധിമുട്ടില്ല. അത് അവിടുത്തെ ചെന്നൈയുടെ മേയർ ആയിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് പ്രവർത്തന കാര്യങ്ങള് ചെന്നൈക്ക് ചുറ്റും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. പക്ഷെ പുറമെ ഗ്രാമങ്ങളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാല് അതേപോലെ തന്നെ അവരുടെ രണ്ടാം തലസ്ഥാനം, അങ്ങനെയാണല്ലോ മധുര അറിയപ്പെടുന്നത്. ചെന്നൈ കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ രണ്ടാം തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്ര നഗരിയും കൂടാണ്. അങ്ങനെയുള്ള അവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും തൊഴിലാളി വർഗവും നല്ലതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സ്വാധീനമുള്ള സ്ഥലമാണ് മധുര എന്ന് പറയുന്നത്. മധുരയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മധുര ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് DMKയുടെ ചുമതലകളും പിന്നെ പാർട്ടി ചുമതലകളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനായ അഴഗിരിയായിരുന്നു. അഴഗിരിയാണ് അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അഴഗിരിയും സ്റ്റാലിനും തമ്മിൽ അത്ര സുഖകരമായ ബന്ധത്തിലായിരുന്നില്ല. ഏതാണ്ട് 11 വർഷം രണ്ടുപേരും തമ്മിൽ കാണുകയോ വിടുകയോ പോലും ചേരുന്നില്ല. പക്ഷെ അഴഗിരിയെ മറികടന്നുകൊണ്ട് മധുരയെ നിയന്ത്രിക്കാൻ, മധുര രാഷ്ട്രീയം DMK രാഷ്ട്രീയം നിയന്ത്രിക്കാൻ സ്റ്റാലിന് സാധിച്ചിരുന്നു. പക്ഷേ അതിന് ഒരു പരിധി വന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ പരിമിതി ഉണ്ടായി അത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് തോതിൽ വിട്ടുവീഴ്ച എന്നുള്ള നിലയിൽ കഴിഞ്ഞൊരു 11 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് അഴഗിരിയെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് മധുരയ്ക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്നൊരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ധാരണ അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ കൊണ്ടും പ്രശ്നം തീരുന്ന അഴഗിരിക്കും പ്രായമുണ്ട്. പഴയതുപോലെ ഈ പറയുന്ന വിജയി ഒന്നും മറികടക്കത്തക്ക ശേഷിയൊന്നും അദ്ദേഹത്തിനില്ല. വിജയ് അവിടെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പ്രചരണം നയിക്കാനോ പിന്നെ കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടാണ് അഴഗിരിയെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളിൽ DMKയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവർ ഏതെങ്കിലും ഒരു MLA MP കേന്ദ്രീകരിച്ചാണ് അവരുടെ രാഷ്ട്രീയം നിൽക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ അവർ നോക്കിക്കോളും. മധുരയ്ക്ക് ചുറ്റുമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കരൂരൊക്കെ ഉൾപ്പെടുന്ന സെന്തിൽ ബാലാജിയുടെ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ രാഷ്ട്രീയം അവിടെ നിന്നിരുന്നത്, DMK രാഷ്ട്രീയം നിന്നിരുന്നത്. ഇയാൾ വലിയ പണ്ട് ADMK-കാരനായിരുന്നു. അവിടെ തന്നെ ഉണ്ടായ അഴിമതികളെ തുറന്ന് പുറത്താക്കി. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളും അറസ്റ്റും ഒക്കെ നേരിടുന്ന ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹം ആകപ്പാടെ രാഷ്ട്രീയമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഏത് സമയത്തും EDയുടെ കൺവട്ടത്ത് നിൽക്കുകയാണ്. അറസ്റ്റ് ചെയ്തു, ജാമ്യം കിട്ടി, വീണ്ടും തിരിച്ചെടുക്കാം എന്നുള്ള ശ്രമം വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പറഞ്ഞല്ലോ ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നേതാവാണത്. അപ്പൊ സെന്തിലിന്റെ കാര്യത്തിൽ വലിയ പരിമിതിയുണ്ട്. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് പൊന്മുടിയാണ്. പൊന്മുടി എന്ന് പറഞ്ഞൊരു മറ്റൊരു മന്ത്രിയുണ്ട്. DMK രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ട് സമ്പന്നനാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ പൊന്മുടിയും അറസ്റ്റിലായി. പൊന്മുടിയും സ്വത്ത് സമ്പാദന കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള പ്രസംഗം, ഇതിനെ തുടർന്ന് അദ്ദേഹം പലതവണ അറസ്റ്റുകളിലും കേസുകളിലും ജാമ്യങ്ങളിലും ഒക്കെ നിൽക്കുകയാണ്. അപ്പൊ DMKയുടെ എണ്ണപ്പെട്ട നേതാക്കന്മാരാരും മധുരയ്ക്കോ അതിന് ചുറ്റുമുള്ള നേതാക്കന്മാരിൽ ആരും ഈ പറയുന്നത് പോലെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല. ഇതിലൊക്കെ ഉപരിയാണ് സ്വന്തം സഹോദരി, സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരമ്മയുടെ മകളാണെങ്കിലും കനിമൊഴിയുടെ കാര്യത്തിലും സ്റ്റാലിന് അത്ര ഒരു പൂർണ്ണ വിശ്വാസം വരുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം കനിമൊഴിക്ക് ആഗ്രഹങ്ങളുണ്ട്. കനിമൊഴിക്ക് പാർലമെന്റിൽ ഇരുന്നാൽ മതി, അങ്ങനെ വെറുതെ ഇരുന്നാൽ പോരെ, MP ആയിട്ട് അവിടെ ചെന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അവരുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നിലപാടിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച സംഘത്തിൽ അവരുണ്ടായിരുന്നു. വിദേശത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുകയൊക്കെ ചെയ്തവർ. അവരുടെ രാഷ്ട്രീയത്തിലും അവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരുപക്ഷെ സ്റ്റാലിൻ മാറുകയോ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉദയനിധിയെ അംഗീകരിച്ചുകൊണ്ട്, ഒരു മുഖ്യമന്ത്രി ആയിട്ട് അംഗീകരിച്ചുകൊണ്ട് കനിമൊഴി തുടരുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. ഒരു പക്ഷെങ്കില് കനിമൊഴിയെ കേന്ദ്രീകരിച്ച് BJPക്ക് അങ്ങനെ വല്ല ലക്ഷ്യങ്ങളുണ്ടോ തമിഴ്നാട്ടിൽ? അത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ സ്റ്റാലിൻ ഇതെല്ലാം പരിഹരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ മാരൻ സഹോദരന്മാര്
തമ്മിലുള്ള തർക്കം, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കളായ അവർ തമ്മിലുള്ള സൺ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കം, എത്ര കോടി രൂപയുടെ അഴിമതിയാണ് പരസ്പരം ചേട്ടനും അനിയനും കൂടെ ഉന്നയിച്ചിരുന്നത്. വലിയ കേസായതാണ്, വലിയ കേസായി മാനനഷ്ട കേസായിട്ട് കോടതി വന്നതാണ്. എന്തായാലും അത് പെട്ടെന്ന് അതിന്റെ അപകടം മനസ്സിലാക്കി സ്റ്റാലിൻ തന്നെ, അപകടം മനസ്സിലാക്കി രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട്, എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കേട്ടോ, കോടി കണക്കിന് രൂപയുടെ കോംപ്രമൈസ് ആണ് അദ്ദേഹം ഉണ്ടാക്കിയത്. കോടി ഉണ്ടാക്കിയിട്ട് അത്തരം പ്രശ്നങ്ങളും പരിഹരിച്ചു. പക്ഷെ ഇവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ തീരുന്നില്ല എന്നാണ് തോന്നുന്നത്. ആകെ അസ്വസ്ഥവും ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്രാവശ്യം വിജയിക്ക് തന്നെയാണ്, വിജയിയുടെ ഒരു സാധ്യതയാണ് അവർ തുറന്നിടുന്നത്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ത്രികോണ മത്സരമാണെങ്കിൽ വിജയ് തന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെയാണല്ലോ, അവിടെ ഒരു ക്ലീൻ സ്വീപ്പ് ആണല്ലോ, ഒന്നുകിൽ ആരെങ്കിലും ഒരാൾ ഒന്നിച്ചു കയറും, അല്ലെങ്കിൽ ഒന്നിച്ചൊലിച്ചു പോകും. ഇതാണ് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പം കാണുന്ന ആളുകളെ, തമിഴ്നാട് വീക്ഷിക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാടിനെ കുറിച്ച് വരുന്ന അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളും ഒക്കെ പത്രപ്രവർത്തകരും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ്. അപ്പൊ ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കഴിഞ്ഞ ദിവസത്തെ ട്രോളറിനം വന്നിട്ടുണ്ടായിരുന്നു. മധുരയ്ക്ക് പോകാതെടി, വിജയ് പാടി അഭിനയിച്ച സൂപ്പർ ഹിറ്റായ ഒരു പാട്ടാണത്. മധുരയ്ക്ക് പോകാതെടി എന്നാണോ പോകാവിടാന്നാണോ, രണ്ടാണെങ്കിലും ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ, രണ്ടാണെങ്കിലും ശരിയാണെന്ന് തോന്നുന്നു. അപ്പൊ ആ പാട്ട് ഇപ്പൊ വളരെ തമിഴ്നാട്ടില് പറഞ്ഞില്ലേ, വേണമെങ്കിൽ അത് നിരോധിച്ചാലോ എന്ന് പോലും സ്റ്റാലിൻ ആലോചിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്രയേറെ അസ്വസ്ഥമാക്കുന്നുണ്ട് അദ്ദേഹത്തിന്, തമിഴ്നാട് രാഷ്ട്രീയത്തെ, അദ്ദേഹത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ഓരോ ദിവസ പ്രവർത്തനങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ പ്രാഥമികമായിട്ട് തോന്നുന്നൊരു വിലയിരുത്തൽ. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് തീർക്കുന്ന ഒരു ഓളം, ആളിരമ്പം എന്നൊക്കെ പറയുന്ന സംഗതി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർക്ക് തീർക്കുന്ന തലവേദന ചെറുതല്ല. രാജഗോപാൽ സർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ദിനപ്രതിയുള്ള ദിനചര്യകളെ പോലും വിജയിയുടെ ഈ ഒരു ആവേശം അത്രയേറെ ബാധിക്കുന്നു എന്ന് വേണം കരുതാൻ. തമിഴ്നാട്ടിൽ മധുര ഈസ്റ്റിൽ നിന്ന് അടുത്ത ഇലക്ഷന് താൻ മത്സരിക്കും എന്ന് വിജയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതൊരുപാട് പേർക്ക് ഇപ്പോഴേ ചില രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ തന്നെ നീറിപ്പുകയാനുള്ള ഒരു വിത്ത് പാകിയിട്ടുണ്ട് വിജയുടെ ആ പ്രഖ്യാപനം എന്ന കാര്യം വളരെ വളരെ വ്യക്തമാണ്. എന്തായാലും കണ്ടറിയാം വിജയ് തീർക്കുന്ന ഈ ഒരു ആവേശക്കടലിൽ തമിഴ്നാട് രാഷ്ട്രീയം എങ്ങനെ കലങ്ങി മറിയുമെന്ന്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.